പാർലമെന്റിന് മുന്നിലെ സംഘർഷം അംബേദ്കർ വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബിജെപിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷം. ബിജെപി അംബേദ്കറെ അപമാനിച്ചെന്ന് ആവർത്തിച്ച മല്ലികാർജ്ജുൻ ഖർഗെ അമിത്ഷായുടെ രാജിയിൽ ഉറച്ചുനിന്നു. കോൺഗ്രസ് എംപിമാരെ കയ്യേറ്റം ചെയ്യാൻ ബിജെപിക്കാർ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. ऐसी चीज अगर देश को आप सिखाएंगे, ये भी आधुनिक युग में, मैं तो ऐसा ही मैं भी कहूंगा कि उनके पास भी बहुत से लोग हैं, मगर अब अदानी को पोर्ट, एयरपोर्ट, रोड, ये जमीन के ऊपर जमीन के नीचे जो कुछ है दे रहे हैं ना, और सिर्फ रोज उसको बोलना चाहिए, भाई ये तू पैसा किसा कमाने का मत कर, रोज उठ के वहां जा, जो जगह मिली वहां पर सिर्फ नमस्ते करते ही बैठो, पैसे आ जाएंगे, खोदने की जरूरत नहीं। लेकिन ये बोलने के बाद उन्होंने गलती हुई ये मानने को तैयार नहीं थे, और हमने भी आपसे कल यही कहा कि भाई जब वो मानना, हमारी जो डिमांड है कि रिसिग्नेशन देना चाहिए, नहीं है तो कम से कम हमारे प्रधानमंत्री जी उनको बर्खास्त करना चाहिए। सेकंड, हमको मालूम हुआ वो बर्खास्त करने वाले नहीं है, इन्हों छोड़ने वाले नहीं, तो इसीलिए हमने ये मुद्दा जनता तक पहुंचाने के लिए सभी हमारे पार्टी के नेता राहुल गांधी जी, प्रियंका जी, पार्टी के सभी एमपीज और राज्यसभा के मेंबर सभी मिलके इस मुद्दे को हमने उठाया। हमने कहा जो शाह ने कहा ये गलत है, वो माफी मांगना, और सारे कि भाई जब वो मानना, वो हमारी जो डिमांड है कि रिसिग्नेशन देना चाहिए. കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനം നടത്തിയാണ് ഖർഗെയും രാഹുൽ ഗാന്ധിയും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, ബിജെപിയെ വലിയ പ്രതിരോധത്തിലാക്കിയ വിഷയമാണ് അമിത്ഷാ നടത്തിയ അംബേദ്കർ പരാമർശം. അതിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ എത്തിയിട്ടും ബിജെപി പ്രതിരോധത്തിലായിരുന്നു. ആ സാഹചര്യത്തിലാണോ ഇപ്പോൾ അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിധം ആ വിഷയം സജീവമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്? രേണുക, പാർലമെന്റിൽ നിന്ന് വരുന്ന അത്യന്തം നാണം കെട്ട വാർത്തകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിപക്ഷത്തെ രണ്ട് പ്രധാനപ്പെട്ട എംപിമാർ പറയുന്നു തങ്ങളെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് തെള്ളി താഴെയിട്ടു എന്ന് പറയുന്നു. ഒരു എംപിയുടെ പ്രതാപ് ചന്ദ്ര സാരംഗിയുടെ തല പൊട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധി മറ്റൊരു എംപിയെ തെള്ളി അദ്ദേഹം വന്ന് സാരംഗിയുടെ ദേഹത്ത് വീണ് അങ്ങനെ പരിക്കേറ്റതാണ് എന്ന് വന്ന് മാധ്യമങ്ങളോട് പറയുന്നു. ഒരു വനിതാ എംപി അവരോട് മോശമായി രാഹുൽ ഗാന്ധി പെരുമാറി എന്ന തരത്തിലേക്ക് ആരോപണം പറയുന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയുന്നത് മറ്റൊന്നാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ എംപിമാരും പാർലമെന്റിനകത്തേക്ക് കടക്കുമ്പോൾ ആ കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ബിജെപി എംപിമാർ തടയുകയാണ്. രാഹുൽ ഗാന്ധിയോട് മോശമായി സംസാരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ പോലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ 80 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു നേതാവിനെ ഈ തിരക്കിനിടയിൽ താഴെയിടുന്നു. അദ്ദേഹത്തിനെ താഴെയിടുന്ന ദൃശ്യങ്ങളടക്കം രാജ്യസഭാ ടിവിയിൽ വ്യക്തമായി കാണാമെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ ആ വിഷയം പറയുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്ന പാർലമെന്റിനുള്ളിലെല്ലാം തന്നെ CCTV ക്യാമറകളുണ്ട്. പാർലമെന്റ് ഏത് മുക്കും മൂലയും അരിച്ചുപെറുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എവിടെയാണ് ഈ സംഭവം നടന്നത്, അവിടെ എന്താണ് നടന്നതെന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള സംവിധാനവും പാർലമെന്റിലുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം നടക്കുകയാണ്. പക്ഷേ ഇതിനിടെ എവിടെയും ഈ CCTV ദൃശ്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടേ ഇല്ല. ഒരു വനിതാ എംപി തന്നെ അവർക്ക് നേരെ അപമാനിക്കുന്ന, അവരുടെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചു അല്ലെങ്കിൽ അവരോട് പ്രതികരിച്ചു എന്ന മട്ടിലേക്ക് അവർ പറയുന്നു. അത് പ്രത്യേകിച്ച് ഒരു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വനിതാ എംപി കൂടിയാണ്. ഇത്തരത്തിലേക്കൊക്കെ ആരോപണങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ആശയപരമായി പോരാടുകയോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഉയർത്തി ചെയ്യുന്നതിനെ കായികമായി നേരിടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ കായികമായിട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ തരത്തിലേക്ക് കൂടി ഈ പ്രശ്നം മാറുകയാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും വാർത്താ സമ്മേളനം നടത്തി പ്രധാനമായും പറഞ്ഞത് അംബേദ്കർ വിഷയത്തിൽ അംബേദ്കറെ അപമാനിക്കുന്ന നിലപാടാണ് അമിത്ഷാ സ്വീകരിച്ചത്. അമിത്ഷായുടെ വാക്കുകൾ അംബേദ്കറെ അവമാനിക്കലായിരുന്നു. അതിൽ അദ്ദേഹം മാപ്പ് പറയുകയും രാജിവെക്കുകയും വേണം എന്നുള്ള നിലപാട് തന്നെയാണ്
തുടക്കം മുതൽ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ഭരണപക്ഷത്തിന്റെ ബോധപൂർവമായ ശ്രമമാണ് ഇന്നത്തെ ഈ നാടകം എന്നാണ് പ്രധാനമായും മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത്. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത്. ഇത് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നാടകമാണ്. എന്നാൽ BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി BJPയുടെ പ്രധാനപ്പെട്ട പ്രതികരണം രാഹുൽ ഗാന്ധി മാപ്പ് പറയും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി മാപ്പ് പറയുന്നില്ല. രാഹുൽ ഗാന്ധി ഗുണ്ടയെ പോലെയാണ് പെരുമാറുന്നത്, ആ തരത്തിലേക്കുള്ള ആരോപണം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വനിതാ MP മോശമായി രാഹുൽ ഗാന്ധി പെരുമാറി എന്നുള്ള ആരോപണം കൂടി പ്രധാനമായും BJPയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ശിവരാജ് സിംഗ് ചൗഹാനാണ്, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ഈ ആരോപണം ഉന്നയിച്ചത്.